രണ്ട് ഓപ്ഷൻസാണ് ഞാൻ തരുന്നത്. ഒരെണ്ണം 100ൻ്റെ അടിയിലും അതുപോലെ 200ൻ്റെ അടിയിലും. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സ് അതുപോലെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് അഫോർഡബിൾ റേഞ്ച് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. 100 രണ്ട് ഓപ്ഷൻസാണ് ഞാൻ തരുന്നത്. ഒരെണ്ണം 100ൻ്റെ അടിയിലും അതുപോലെ 200ൻ്റെ അടിയിലും വരുന്ന രണ്ട് ഓപ്ഷൻസ് എല്ലാ കൈൻഡ് ഓഫ് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് തൊട്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ വരെ എല്ലാ റേഞ്ച് ഓഫ് സ്കിൻ കെയർ പ്രോഡക്റ്റും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ മൈസെല്ലാർ വാട്ടർ. ഇതെന്ന് പറയണത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നുന്ന പ്രൊഡക്ട്സ് ആണ്. ഇത് അടിപൊളി പ്രൊഡക്ട്സ് ആണെന്ന് ഞാൻ പറയണില്ല. 100 അല്ലെങ്കിൽ 200 റേഞ്ചിനുള്ളിൽ വരുന്ന പ്രോഡക്ട്സിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ പ്രോഡക്ട്സ് ആണ്. അല്ലാണ്ട് എല്ലാം എന്താ പറയുക ഭയങ്കര വൈബ് പ്രോഡക്റ്റ് ആണെന്നൊന്നും പറയണില്ല. അപ്പോൾ ഫസ്റ്റ് മൈസെല്ലാർ വാട്ടറിൽ നിന്ന് തുടങ്ങാം. മൈസെല്ലാർ വാട്ടറിൽ അണ്ടർ 100ൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ലാക്ടോകലമിൻ്റെ മൈസെല്ലാർ വാട്ടർ ഉണ്ട്. അതൊരു 89 റുപ്പീസോ അങ്ങനെ എന്തോ വരണുള്ളൂ. അത് അടിപൊളി മൈസെല്ലാർ വാട്ടറാണ്. എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റിയ മൈസെല്ലാർ വാട്ടറാണ്. ജെൻറ്റിലാണ്, എല്ലാ ഇമ്പ്യൂരിറ്റീസും റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ 200 റുപ്പീസിൽ ഡോക്ടർ ബാട്രാസ് ക്ലെൻസിങ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതും അടിപൊളിയാണ്. പിന്നെയും വേറെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അത് അണ്ടർ 200ലാണ്. അത് മറ്റേ ഗാർണിയറിൻ്റെ മൈസെല്ലാർ വാട്ടർ, അതൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടിയ അണ്ടർ 100ഉം അണ്ടർ 200ലും ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടിയത് ഈ ലാക്ടോകലമിൻ്റെതും പിന്നെ അതുപോലെ ഡോക്ടർ ബാട്രാൻ്റാണ്. അതിൻ്റെ ഇമേജും പ്രൈസും ഞാൻ സൈഡിൽ വെക്കാം. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫേസ് വാഷ് അണ്ടർ 100ൽ നിവ്യയുടെ ഒരു ഫേസ് വാഷ് ഉണ്ട്. 99 റുപ്പീസ് വരുന്ന ഒരു ഫേസ് വാഷ് നിവ്യൻ്റെ അത് അടിപൊളി ഫേസ് വാഷാണ്. എല്ലാ ടൈപ്പ്ക്കാർക്കും എല്ലാവർക്കും ചേരുന്ന ഒരു കൈൻഡ് ഓഫ് ജെന്റിൽ ഫേസ് വാഷാണ്. അണ്ടർ 200ൽ ഫോക്സ് ടെയിലിൻ്റെ ഒരു റീഫ്രഷിങ് ക്ലെൻസർ, ഒരു പച്ച ട്യൂബിൽ വരുന്നത് നൈസിനമൈഡ് പ്ലസ് എന്തോ ഒരു ഇൻഗ്രീഡിയൻറ്റ് വരുന്ന ഒരു ഫേസ് വാഷാണ്. അത് ഞാൻ ഇമേജ് ഞാൻ സൈഡിൽ കൊടുക്കുക. അതും അടിപൊളി ഫേസ് വാഷാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷാണ്. പിന്നെ നെക്സ്റ്റ് കാറ്റഗറി ടോണറാണ്. ടോണറിൽ അണ്ടർ 100ൽ 70 മൂഡി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ 70 ഹൈഡ്രോ ബേസ്റ്റ് ടോണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോണറാണ്. അടിപൊളിയാണ്. അത് 10 ml അങ്ങോട്ട് വരണുള്ളൂ. പക്ഷേ ടോണർ നമ്മൾ ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യണ സംഭവമല്ല. ചെയ്യുന്നവരുണ്ടാവും, ബട്ട് സ്റ്റിൽ അണ്ടർ 100ൽ 49 റുപ്പീസ് അങ്ങോട്ടോ വരണുള്ളൂ അതിന്. അതുപോലെ അണ്ടർ 200ൽ പ്ലമ്മിൻ്റെ ബൾഗാരി വാലി റോസ് വാട്ടർ ടോണർ എന്ന് പറഞ്ഞിട്ടൊരു ടോണറുണ്ട്. അത് നോർമൽ റോസ് വാട്ടറാണ്, പക്ഷേ അതിൽ കുറച്ച് ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അണ്ടർ 200ൽ ആ ഒരു ബഡ്ജറ്റ്. പിന്നെ നെക്സ്റ്റ് കാറ്റഗറി സിറോ ആണ്. സിറത്തിൽ അണ്ടർ 100ൽ റീജോഷുവർ എന്ന് പറഞ്ഞിട്ട് അതൊരു പുതിയ ബ്രാൻഡാണ്. അതാരൊക്കെ നിങ്ങൾ യൂസ് ചെയ്തതെന്നൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യണേ. കാരണം അതിൻ്റെ ചില സിറംസ് ഒന്നും നല്ലതല്ല. ഇതിൻ്റെ റീജോഷുവറിൻ്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് സിറം അത്യാവശ്യം കുഴപ്പമില്ല. ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ എല്ലാ അണ്ടർ 200ൽ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള മറ്റേ ബെല്ലാവിറ്റൻ്റെ നൈസിനമൈഡ് സിറാണ്. അത് എനിക്ക് പേഴ്സണലി നല്ലതായിട്ടും വേറെയും കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ടും പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ടും അത് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. അഫോർഡബിളാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നൈസിനമൈഡിൻ്റെ ബെല്ലാവിറ്റ നൈസിനമൈഡ് സിറം. പിന്നെ എസെൻസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എസെൻസ് ഇച്ചിരി എക്സ്പെൻസീവാണ്. എനിവേ 500-600 ആ ഒരു റേഞ്ചിൽ നോർമൽ എസെൻസ് ഉണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ അബൌവ് 1000 മറ്റേ കോസാറക്സിൻ്റെ എസെൻസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ അത് നിയർ ടു 1500 എന്തോ ആണ്. അതുപോലെ തന്നെ ബോഡി വൈസിൻ്റെ ഒക്കെ സ്നെയിൽ മ്യൂസിൻ എസെൻസ് ഉണ്ട്. അതൊക്കെ ഇതുപോലെ 1000 സംതിങ് സിറം. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണ 100-200 ആണ്. പക്ഷേ എസെൻസ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് മാമ എർത്തിൻ്റെ ഒരു ബീട്രൂട്ട് എസെൻസ് ഉണ്ട്. അത് അടിപൊളിയാണ്. അത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ലൊരു ഗ്ലോ
തരും. നോർമലി മാമർത്തിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും എനിക്ക് അതങ്ങനെ അധികം ഇഷ്ടമാവാറില്ല, പക്ഷേ ഇതെനിക്ക് ഇഷ്ടമായി. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറിൽ ഇതുപോലെ തന്നെ അണ്ടർ 100 വരുന്നത് നമ്മുടെ മറ്റേ പോൺസിൻ്റെ ഹൈഡ്ര ലൈറ്റ് മോയ്സ്ചറൈസർ, ഹൈലൂറോണിക് ആസിഡ് ഒക്കെ ആയിട്ടുള്ളത്. അത് അണ്ടർ 100 എന്താ 50 ml 99 റുപ്പീസോ 100 റുപ്പീസോ അങ്ങാണ്ട വരുന്നുള്ളൂ. അണ്ടർ 200 ഫോക്സ്റ്റെയിലിൻ്റെ പ്യുവർ ബ്ലിസ് എന്ന് പറഞ്ഞിട്ട് നയസിനമൈഡ് മോയ്സ്ചറൈസറാണ്. അത് അടിപൊളിയാണ്. അണ്ടർ 200 വരുന്നത് അത്. ഇനി നോർമലി എല്ലാവരും ഡബിൾ മോയ്സ്ചറൈസ് ചെയ്യാറില്ല, പക്ഷെ നൈറ്റ് ഡബിൾ മോയ്സ്ചറൈസ് ചെയ്യുന്നത് ഒരു നല്ല സ്റ്റെപ്പാണ്. അപ്പോൾ ഡബിൾ മോയ്സ്ചറൈസ് ചെയ്യണതിന് 2 ഇതാണ്. അണ്ടർ 100 വാസലിൻ്റെ മറ്റേ നോർമൽ വാസലിനില്ലേ തിക്കായിട്ടുള്ള, അതൊരു ഡബിൾ മോയ്സ്ചറൈസറിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. അത് എത്രയോ 49 രൂപ അങ്ങാണ്ടോ വരുന്നുള്ളൂ. ഒരു ചെറിയ 42 ഗ്രാമിൻ്റെ 49 രൂപ 50 അത്രയെന്നാണ് എനിക്ക് തോന്നണത്. അതുപോലെ തന്നെ അണ്ടർ 200 നമുക്ക് നിവ്യേൻ്റെ പണ്ടത്തെ ഒരു ക്രീമില്ലേ, ഒരു തിക്കായിട്ട് കിട്ടുന്ന ക്രീം, ഒരു ബ്ലൂ ഡപ്പയിൽ വരുന്നത്, അത് അടിപൊളി ക്രീമാണ്. നല്ല തിക്കുമാണ്, നല്ല എന്താ പറയുക ഡബിൾ മോയ്സ്ചറൈസിങ്ങിന് പറ്റിയതാണ്. രാവിലെ എനിക്കുമ്പോൾ നല്ല സൺസ്ക്രീനിലും അണ്ടർ 100 OG ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അത് പുതിയ ബ്രാൻഡാണോ എന്നറിയില്ല, ഞാൻ റീസെൻ്റ്ലി ആണ് അത് യൂസ് ചെയ്തത്. അതിൻ്റെ സൺസ്ക്രീൻ അടിപൊളിയാണ്. അണ്ടർ 100 99 റുപ്പീസ് അങ്ങാണ്ട് വരണുള്ളൂ. എനിക്കത് പേഴ്സണലി ഇഷ്ടമായി, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോ. പിന്നെ അണ്ടർ 200 പ്ലമ്മിൻ്റെ റൈസ് ആൻഡ് നയസിനമൈഡ് സൺസ്ക്രീം, അത് 15 ഗ്രാമിന് 147 രൂപ അങ്ങനെ എന്തോ ആണ് വരുന്നത്. അതും അടിപൊളി സൺസ്ക്രീനാണ്. ഒരു കൈൻഡ് ഓഫ് കൊറിയൻ സൺസ്ക്രീൻ പോലെയാണ്. അതിൻ്റെ വലിയ ട്യൂബ് അവൈലബിൾ ആണ്, പക്ഷെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ 15 ഗ്രാമിൻ്റെ മേടിച്ച് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഒരു കൈൻഡ് ഓഫ് ഗ്ലോ ഒക്കെ തരും. നല്ല സൺസ്ക്രീനാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസോ അതുപോലെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ടൊന്ന് എന്നെ ഇൻഫോം ചെയ്യുവാണെങ്കിൽ എനിക്ക് കൂടുതൽ നന്നായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.